ഈ സിനിമയിൽ കാണിക്കുന്നത് മാതിരി ഒരു ചട്ടമ്പിത്തരമൊക്കെ ഉണ്ടായിരുന്നു. അനാവശ്യമായ ചട്ടമ്പിത്തരമൊന്നുമില്ല രാജുട്ടൻ, ആ ഒരു ഇതിലേ ഇല്ല. അങ്ങനത്തെ ഒരു പിന്നെ ഒരു അതൊക്കെ പിന്നെ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാലകളും പൊടിപ്പും തൊങ്ങലും വെക്കുക എന്നല്ലാതെ അങ്ങനത്തെ ഒരാളെയും ഒരു കാലത്തും മനസ്സുകൊണ്ട് ഒരു ബിറ്റർനെസ് എന്നുള്ളത്, മനസ്സിലൊരു വെറുപ്പ്, ഒരാളോട് ശത്രുക്കളോട് പോലും വെറുപ്പില്ലാത്തൊരു മനുഷ്യനാണ്. ഈ ഭാനുമതി ശരിക്കും അതിനകത്ത് ഡാൻസറാണ്, ഭയങ്കര ഡാൻസിങ്. ഞാൻ ഡാൻസ് ചെയ്തിട്ടും അങ്ങനെ ചെലങ്കറിയ അങ്ങനത്തെ യാതൊരു സംഗതിയില്ല. ഞാൻ ഡാൻസ് പണ്ട് കാലത്ത് ചെയ്തിരുന്നു, അത്രേ ഉള്ളൂ, ചെറുപ്പത്തിൽ. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഇവരുടെ മനസ്സിന്റെ അകത്ത് അതാണോ എന്ന് എനിക്ക്, രാജുവേട്ടന്റെ മനസ്സ് അതായിരിക്കില്ല. കാരണം ഞാൻ സ്വതവേ എനിക്ക് വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. കാരണം വീട് വെക്കാൻ ഇഷ്ടമാണ്, ഗാർഡനിങ് ഇഷ്ടമാണ്. അങ്ങനത്തെ ആ ഒരു ഇതൊക്കെ കണ്ടിട്ടായിരിക്കാം എന്നെ ഇഷ്ടമായിട്ടുണ്ടാവുക. അത് വീട്ടിന്റെ പുറത്ത് വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ആയിട്ട് ചെയ്തിട്ടുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ആ ഫ്രെയിം അതും കൂടി ഇഷ്ടമായിട്ടായിരിക്കാം. പിന്നെ ഞങ്ങളുടെ വേവ് ലെങ്ത് ഒന്നാണ്, ഞങ്ങളുടെ തോട്ട്സ് ഒന്നാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഇഷ്ടം. എന്തായാലും ശരി, പിന്നെ രാജുട്ടൻ മതി എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നു. അല്ല, അങ്ങനെ ഇപ്പോഴും ആ ഒരു ജീവിതത്തിൽ കൂടെ ജീവിക്കാൻ കഴിഞ്ഞതിൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്ന ഒരാളാണ്. അതിൽ മാത്രമേ ഞാൻ പറയും, ഞാൻ ആ ഒരു ഇതുണ്ടല്ലോ, രാജുവേട്ടൻ്റെ ഭാര്യ, മുല്ലശ്ശേരി രാജുവിൻ്റെ ഭാര്യ എന്നുള്ള ആ പദവി, അതിലപ്പുറം എനിക്ക് വേറെ ഒന്നും കിട്ടണ്ടായിട്ടില്ല. എനിക്ക് ഞാൻ അങ്ങേ അറ്റം ദൈവത്തിനോട് നന്ദി പറയാണ് എനിക്ക് ആ ഒരു തന്നതിന്. സത്യം, അത് സത്യം തന്നെയാണ്. ഞങ്ങൾക്ക് ഇല്ലായ്മയിലും ഞങ്ങൾ സന്തോഷം കണ്ട് ജീവിച്ചൊരു വ്യക്തികളാണ്. ഞങ്ങൾക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ എന്നാലും ആ ഇല്ലായ്മയിലും ഞങ്ങൾ സന്തോഷിച്ചിട്ടും. പിന്നെ ഞങ്ങൾക്ക് ആർക്കും പ്രാരബ്ധം പറയാനില്ല. ഇവിടെ ഞങ്ങളുടെ കാര്യങ്ങൾ പറയാൻ ഞങ്ങൾക്ക് നേരമില്ല. രാവിലെ ആയാൽ ഞങ്ങൾക്ക് ഇവിടെ വിസിറ്റേഴ്സാണ്. രാവിലത്തെ വിസിറ്റേഴ്സ് ഒഴിഞ്ഞ് പോകുമ്പോഴേക്ക് 11 മണി, രാത്രി 12 മണി, 1 മണിയാവും. അവർ പോയിട്ട് വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രശ്നങ്ങൾ പറയാൻ. അപ്പം ഞാൻ ചോദിക്കും, രാജുവേട്ടാ എന്താ നാളത്തെ പരിപാടി, വല്ലതും വേണ്ടേ? പേടിക്കണ്ട, വല്ലതും തടയടി എന്നാ പറയാ, അല്ലെങ്കിൽ തടയടി. എന്ത് തടയിട്, എവിടുന്ന്? എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് എന്തെങ്കിലും കടന്നു വരും, അങ്ങനെയുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇൻകം ഒന്നും ഇല്ലാണ്ട് ഞാൻ, എൻ്റെ ഭർത്താവ്, മകള് എങ്ങനെ ജീവിച്ചു? ദൈവാനുഗ്രഹം, അത്രേ ഉള്ളൂ. ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഈ വീട്ടിലേക്ക് തിരിച്ചു. കല്യാണം കഴിഞ്ഞിട്ടാ ഞങ്ങൾ ഈ വീട്ടിൽ, ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം തന്നെ ഈ വീട്ടിൽ. കല്യാണത്തിന്റെ മുമ്പേ ആ സ്ഥലമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് അവരിങ്ങടക്ക് ഷിഫ്റ്റ് ചെയ്തതിന്റെ ശേഷമാണ് ഞാൻ ഇങ്ങടക്കെ. ഈ സിനിമയിൽ കുറേ കാര്യങ്ങൾ അതിനകത്ത് എന്തൊക്കെയാണ് ജീവിതത്തിൽ സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്. അപ്പം ഈ കഥ വായിക്കാൻ ആദ്യം തരുന്ന സമയത്ത് ഈ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ഡിസ്കഷൻ രഞ്ജിത്തുമായിട്ട് നടത്തിയിട്ടില്ല? ഞാൻ രഞ്ജി ഇവിടെ വരുന്നത് ഗിരീഷിന്റെ വഴിക്കാ. ഗിരീഷ് പുത്തഞ്ചേരി പണ്ടേ വരും. അപ്പൊ ഗിരീഷിനോട് ഒരു ദിവസം